T20 സീരീസ് അവസാനിച്ചു. ഇനി ശ്രീലങ്കയുമായിട്ടുള്ള ഏകദിനമാണ്. രോഹിത് ശർമ്മ, കോഹ്ലി അടങ്ങുന്ന ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തി. ഓഗസ്റ്റ് 2-നാണ് ആദ്യ ഏകദിനം. ഉച്ചയ്ക്ക് 2:30-നാണ് മാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ODIയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ T20 പരമ്പര ഇന്ത്യ തൂത്തുവാരി. ഇന്ത്യയുടെ യുവതാരങ്ങൾ മികച്ച കളി കാഴ്ചവെച്ചു. ഇനി ഏകദിന സീരീസാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ആദ്യ ഏകദിനം. രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനാണ്. വിരാട് കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. അതുകൊണ്ട് വാശിയേറിയൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രോഹിത് ശർമ്മയും ഗില്ലുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. വിരാട് കോഹ്ലി പതിവ് പോലെ തന്നെ വൺ ഡൗണിൽ കളിക്കും. 4-ാം നമ്പറിൽ ശ്രേയസാണ് ബാറ്റ് ചെയ്യുന്നത്. കീപ്പറായിട്ട് ഋഷഭ് പന്താണ് ടീമിലുള്ളത്. ഋഷഭ് പന്ത് അല്ലെങ്കിൽ KL രാഹുൽ, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യത്തെ ഏകദിനത്തിൽ കളിക്കുക. അതുപോലെ ഫിനിഷറായിട്ട് റിയാൻ പരാഗിനെയാണ് ഏകദിനത്തിൽ എടുത്തിരിക്കുന്നത്. പേസർമാരായിട്ട് സിറാജ്, അർഷദീപ് ടീമിലുണ്ട്. അതുപോലെ ഖലീൽ അഹമ്മദും. മികച്ചൊരു പ്ലേയിങ് ലെവലുമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ ടീമിൽ എടുത്തിട്ടില്ല. അവസാന ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ പുറത്താക്കി. രാഹുലും ഋഷഭ് പന്തും ഉള്ളതുകൊണ്ടാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതെന്നാണ് ടീം മാനേജ്മെന്റ് പറഞ്ഞത്. സഞ്ജുവിന് ഇനി T20 ടീമിൽ അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം സഞ്ജു അടുപ്പിച്ച് 2 മാച്ചിലും ഡെക്കായി. പക്ഷേ സഞ്ജു ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെക്കാറുണ്ട്. സഞ്ജുവിന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ BCCI സഞ്ജുവിനെ വളർത്തില്ല. മികച്ച കളി എവിടെയാണോ കാഴ്ചവെക്കുന്നത് അവിടെ നിന്ന് സഞ്ജുവിനെ മാറ്റും. അതാണ് BCCIയുടെ ലക്ഷ്യം. ഇനി നമുക്ക് ആദ്യത്തെ ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ നോക്കാം. രോഹിത് ഗില്ല്, കോഹ്ലി, ശ്രേയസ്, രാഹുല്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, സിറാജ്, അർഷദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.